ഗീത, ഇതാണ് അരുൺ ഭാസ്കർ, മാളുവിന്റെ. ഓ, ഹലോ അരുൺ. അരുൺ, ഇതാണ് അപൂർവയുടെ അമ്മ ഗീത. ആ, ഹലോ ആൻറ്റി. എങ്ങനെയുണ്ട് അപൂർവയ്ക്ക്? ഇപ്പൊ കുഴപ്പമില്ല. ആ, എനിക്ക് മാളവികയോട് ഒന്ന് സംസാരിക്കണമായിരുന്നു. പോയിട്ട് വാ മോളെ. തൻ്റെ ഫ്രണ്ട് അന്ന് വന്ന് ഓൾ ദി ബെസ്റ്റും കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എനിക്കിട്ട് എന്തോ ഒരു പണി ആ കുട്ടി മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷെ അത് ഇത്രയ്ക്ക് ഹെവി ഡോസ് ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അല്ലടോ, അറിയാൻ വേണ്ടി ചോദിക്കുക, എന്താ തൻ്റെ ഫ്രണ്ടിൻ്റെ റിയൽ പ്രോബ്ലം? ആള് തനി സഹിക്കുവാണെന്നറിയാം. മറ്റുള്ളവരെ ഒരു കാരണവുമില്ലാതെ എന്തിനാ ആ കുട്ടി ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതും ബെസ്റ്റ് ഫ്രണ്ടായ തന്നെ. അരുൺ, അപ്പു ഇങ്ങനെ ഒരു കണ്ടീഷനിൽ കിടക്കുമ്പോഴെങ്കിലും അവളെ കുറ്റപ്പെടുത്താതിരുന്നൂടെ? ഇങ്ങനൊരു അവസ്ഥ സ്വയം വരുത്തി വെച്ചതല്ലേ ആ കുട്ടി. അപ്പോ പിന്നെ നമ്മളായിട്ട് കൂടുതൽ സെന്റിമെന്റ്സ് കാണിക്കേണ്ട ആവശ്യവുമില്ല. അരുൺ അതിന്റെ കാര്യമില്ലായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ അല്ല. അതുകൊണ്ട് അപ്പുവിനെ പറ്റി എന്നോട് ഇങ്ങനെയൊന്ന് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. യെസ്, തനിക്ക് ഇഷ്ടമായില്ലെന്നറിയാം. എന്നുവെച്ച് ആ കുട്ടി കാണിക്കുന്ന തോന്നിയാസങ്ങളെ തന്നെ പോലെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. എനിക്ക് നല്ല സംശയമുണ്ട് ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് പോലും ആ കുട്ടിയുടെ നമ്പറാണ്. സോറി, അരുൺ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പുവിന്റെ വരെ നാടകമാണിതെന്നോ? അതെ, അങ്ങനെ തന്നെ സംശയിക്കണം. സംശയമല്ല, അതെനിക്ക് ഏറെ കുറെ ഉറപ്പാ. കഷ്ടം. എങ്ങനെയാ അരുൺ തനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും ഒക്കെ പറ്റുന്നത്? അരുൺ വാ, ഡോക്ടറോട് നേരിട്ട് സംസാരിക്കും. അപ്പൊ അറിയാലോ ഒക്കെ അവളുടെ നാടകമാണോ അല്ലേന്ന്. അറ്റംപ്റ്റ് നടത്തിയെന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷെ രക്ഷപ്പെടാനുള്ള വഴിയും ആ കുട്ടി മനസ്സിൽ കണ്ടിരിക്കണം. അല്ലെങ്കിൽ ആ സമയത്ത് ആ കുട്ടി എന്തിന് തനിക്ക് മെസ്സേജ് അയക്കണം? ആ മെസ്സേജ് അപ്പൊ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലോ? അപ്പു രക്ഷപ്പെടുമായിരുന്നോ? ഓ, അവള് സ്വയം ഇറങ്ങി വന്ന് എല്ലാരും വിളിച്ചുണർത്തി ഞാൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയുമായിരിക്കും അല്ലേ? വേണമെങ്കിൽ അരുൺ അങ്ങനെയും വിചാരിക്കും അല്ലേ? താൻ എങ്ങനെയൊക്കെ തന്റെ ഫ്രണ്ടിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കിയാലും ഇതൊക്കെ അവളുടെ തട്ടിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കൂ. നമ്മുടെ ഈ പ്രപ്പോസൽ നടക്കാതിരിക്കാൻ ആ കുട്ടി അവസാനം ഉറക്കിയ ട്രംപ് കാർഡ്. പ്ലീസ് അരുൺ, അപ്പുവിനെ സംശയിക്കാനും കുറ്റപ്പെടുത്താനും അരുണിൻ്റെതായ കാരണങ്ങളും ന്യായീകരണങ്ങളും ഉണ്ടാവും. പക്ഷേ അതൊന്നും എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കരുത്. എന്നെ സംബന്ധിച്ച് അപ്പു മറ്റൊരാളല്ല, ഞാൻ തന്നെയാ. ഓ, എന്നുവെച്ചാ ഇപ്പോഴും അവള് തന്നെയാണ് തനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നല്ലേ? അതെ, അതിൽ അരുണിന് ഒരു സംശയവും വേണ്ട. ഇപ്പോഴെന്നല്ല, എപ്പോഴും എന്റെ ജീവിതത്തിൽ അപ്പു തന്നെയാ ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാനോ? അതും കൂടി ഒന്ന് അറിഞ്ഞാ കൊള്ളാം. അവള് കഴിഞ്ഞേ ഉള്ളൂന്ന് അല്ലേ? അരുൺ, ഇയാൾ എന്താ ഇങ്ങനെ? യെസ്, ഞാൻ ഇങ്ങനെയാണ്. ഒരു സെക്കൻഡ് ഓപ്ഷൻ ആവാൻ എനിക്ക് താല്പര്യമില്ല. Then you please leave me. മാളവിക ഒന്ന് നിന്നേ. നാളെ കഴിഞ്ഞ് നമ്മുടെ എൻഗേജ്മെന്റ് ആണ്. അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ തനിക്ക്? അരുൺ, അപ്പുവിന്റെ കാര്യമാണ് ഇപ്പൊ എനിക്ക് എല്ലാത്തിലും വലുത്. അവള് സേഫ് ആയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടേ മറ്റെന്തിനെ കുറിച്ച് ഞാൻ ആലോചിക്കൂ. അതുവരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത് പ്ലീസ്. ഹലോ. ഹലോ കിഷോർ. മുരളിയേട്ടാ തിരക്കിലാണോ? ഇല്ല കിഷോർ, പറഞ്ഞോളൂ. എന്താ വിളിച്ചത്? ഒരു കാര്യം അറിയാൻ വേണ്ടിയാ.
എന്താ കിഷോർ? അല്ല, നമ്മൾ ഫിക്സ് ചെയ്ത എൻഗേജ്മെന്റ് ഇപ്പൊ വേണ്ടെന്ന് മാളവിക അരുണിനോട് പറഞ്ഞു. പെട്ടെന്നെന്താ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്? മാളു അങ്ങനെ പറഞ്ഞു അരുണിനോട്. എന്താ നിങ്ങളോട് ആരോടും അതിനെക്കുറിച്ച് മോളൊന്നും പറഞ്ഞില്ലേ? അല്ല, അതേക്കുറിച്ച് ഞാൻ അവളോടൊന്ന് സംസാരിച്ചിട്ട് കിഷോറിനെ തിരിച്ചു വിളിച്ചാൽ മതിയോ? വേണ്ട വേണ്ട, ധൃതി കൂട്ടണ്ട. ചിലപ്പോ ഹോസ്പിറ്റലിലെ തിരക്കിനിടയിൽ പറയാൻ മാളവിക വിട്ടുപോയതാവും. ഏതായാലും മാളവിക അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് തൽക്കാലം നമുക്ക് ആ ചടങ്ങൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാം. എന്താ അരുണും അതേ അഭിപ്രായം പറയുന്നേ? അരുണിനോട് അവള് വേറെ എന്തെങ്കിലും? ഇല്ലാന്ന് തോന്നുന്നു. എന്താ ചോദിച്ചത്? ഏയ് ഒന്നുമില്ല. 2-3 ദിവസമായി മാളു ആകെ ഡിപ്രസ്ഡാ. അപ്പുവിന്റെ കാര്യം അറിഞ്ഞില്ലേ? ഓ, അരുൺ പറഞ്ഞു. ഏതായാലും ആ കുട്ടീന്ന് റിക്കവറായി വരട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് നേരിൽ സംസാരിക്കാം. എന്താ? ഓക്കെ കിഷോർ. ഓക്കെ മുരളിയേട്ടാ. മതി. എന്ത് മതിന്ന്? ദേ അപ്പു, ഇതും കുടിച്ചേ. ആകെ ഇത്രയല്ലേ എടുത്തിട്ടുള്ളൂ. അതും കൂടി വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? ആണായി ജീവിക്കാൻ ആന്റി അപ്പുനിഷ്ടം. അതെ ആന്റി, അപ്പു ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നാ അവള് പറയുന്നേ. അവക്ക് ഒരാണായി മാറണമെന്ന്. വേണ്ട, എനിക്ക് മതി. അത് പറഞ്ഞ പറ്റില്ല. ദാ ഈ സ്പൂണും കൂടെ കഴിക്ക്. വാ തുറന്നേ. അച്ഛനാണല്ലോ. ആന്റി, ഇതൊന്ന് കൊടുത്തേ. ഹലോ. നീ എവിടെയാ മാളു? ഹോസ്പിറ്റലിൽ തന്നെയാണോ? അതെ അച്ഛാ. എന്താ വിളിച്ചത്? രാത്രിയിൽ നിനക്ക് അവിടെ തന്നെ നിൽക്കണമെന്നുണ്ടോ? ഇങ്ങ് പോരായിരുന്നില്ലേ? അത് പിന്നെ അച്ഛാ, അപ്പുനെ കുറച്ചു മുമ്പ് റൂമിലേക്ക് മാറ്റി. അതിന് നീ തന്നെ അവിടെ നിൽക്കണമെന്നുണ്ടോ? അവിടെ അത്രയും പേരില്ലേ? ഇല്ലച്ചാ, ഇവിടെ ഇപ്പോ ഞാനും ഗീതാന്റെയും മാത്രമേ ഉള്ളൂ. അങ്കിളും അമ്പിയമ്മാവനും ഒക്കെ വീട്ടിലേക്ക് പോയി. അവര് രാവിലെ വരൂ. റൂമിൽ ഇപ്പൊ എന്താ 2 പേരുടെ ആവശ്യം? ബിപിയുടെ കൂടെ നിനക്കും ഇങ്ങ് പോരായിരുന്നില്ലേ? അല്ലച്ചാ, ഞാൻ ആന്റിക്കൊരു സഹായത്തിന് കൂടെ നിൽക്കാന്ന് കരുതി. മാളു, നീ അരുണിനോട് നിശ്ചയവും കല്യാണമൊക്കെ ആലോചിച്ചിട്ട് മതി എന്ന് പറഞ്ഞു. നിന്നോടാ ഞാൻ ചോദിച്ചത്. എന്താ നിന്റെ ഉദ്ദേശം? അച്ഛാ, എല്ലാം ഞാൻ പറയാം. ആദ്യം അപ്പുനെ ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നോട്ടെ. എന്നിട്ട് അച്ഛൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയാം. ഓക്കെ അച്ഛാ, ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. അച്ഛൻ ദേഷ്യത്തിലാണോ മോളെ? ആയിരിക്കും. എന്തിനാ വെറുതെ വഴക്ക് കേട്ടത്? ഞാൻ പറഞ്ഞതല്ലേ ബിപിയുടെ ഒപ്പം പൊയ്ക്കോളാൻ. ഇവിടെ
എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അച്ഛന്റെ പിണക്കവും വഴക്കവും ഒന്നും ആന്റി കാര്യമാക്കണ്ട. നീ കഴിച്ചു കഴിഞ്ഞല്ലേ? വാ കിടക്കാം. വാ. അതൊക്കെ അതൊക്കെ ആ ആള് നല്ല മിടുക്കിയായിട്ടുണ്ടല്ലോ. ഇനി കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുമ്പോഴേക്കും അങ്ങ് ഉഷാറായിക്കൊള്ളൂ. ചെല്ല ഇതാ. ആ ഇനി ചെക്കപ്പിന് എന്ന് ചെല്ലണോന്ന് വല്ലതും പറഞ്ഞോ വി പി? ഇല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ആ അത്രയല്ലേ ഉള്ളൂ. അതെ, കുറച്ച് ദിവസത്തേക്ക് താഴത്തെ റൂമിൽ കിടന്നാലോ അപ്പു? വേണ്ട, ഞാൻ എന്റെ റൂമിൽ കിടന്നോളാം. ആന്റി വിട്ടോ, ഞാൻ കൊണ്ടുപോവാ. വാ. മാളു, അപ്പോൾ ഇപ്പോൾ ഓക്കെ അല്ലേ? ഗീതയ്ക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. മോള് വേഗം വീട്ടിലേക്ക് ചെല്ല്. 2-3 ദിവസമായി ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നില്ലേ? അശ്വതിയും മുരളിയും ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും. മോള് ചെന്ന് അവരൊക്കെ ഒന്ന് സമാധാനിപ്പിക്കുക. അത് ശരിയാ, മാളൂട്ടിയും ആകെ ടയർഡായിരിക്കുകയല്ലേ. പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്. ഞാൻ പോട്ടെ അപ്പു. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഒന്ന് വാ. മോളെ, അമ്മ വരണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കൊണ്ടുപോവാ ആന്റി. വാ അപ്പു. അതെ, കുറച്ച് ദിവസത്തേക്ക് അവരെ വിലക്കാനും നിയന്ത്രിക്കാനും ഒന്നും പോകണ്ട കേട്ടോ. ഇങ്ങനെയൊന്നും സംഭവിച്ചതായി പോലും ആരും ഭാവിക്കുകയും വേണ്ട. എല്ലാം പഴയതുപോലെ അങ്ങ് പോട്ടെന്നേ വി പി. എന്താ? അല്ല, അമ്മിമാമനോടെ യാത്രയുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ഉവ്, അടുത്ത കുറച്ച് ദിവസം വയനാടും കോഴിക്കോടുമായിട്ട് ഞാൻ ഉണ്ടാവേണ്ടതാ. അല്ല, ഇവിടെ ഇപ്പൊ എന്റെ ആവശ്യമുണ്ടെങ്കിൽ യാത്ര മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. ഏയ് വേണ്ട, ഇനിയിപ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. പോയിട്ട് സാവധാനം വന്നാൽ മതി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. കൽപ്പറ്റയെന്ന് നമ്മുടെ ജനനിക്കണ്ണനാ. നാളത്തെ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവോ എന്ന് ഉറപ്പിക്കാനുള്ള വിളിയാ. ആ വി പി, താൻ എന്നെ വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിലൊന്ന് വിട്ടേക്കണേ. പിന്നെന്താ? ആ ഹലോ കണ്ണാ, ഞാൻ വരുവടാ. പുലർച്ചയ്ക്ക് അങ്ങെത്തും. പിന്നെ ദേവസി മാഷ് ഉണ്ടാവില്ലേ? എന്നാ ശരി, ഓക്കെ. വന്ന് കിടക്കപ്പൂ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കിടക്കുക തന്നെ ആയിരുന്നില്ലേ? കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ. ഇവിടെ നല്ല കാറ്റുണ്ട്. എത്ര ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടാവും മാളു? ഇന്നും കൂടെ കൂട്ടിയ 6. എന്റെ കണക്കിൽ 4. 2 ദിവസം ഫുൾ ബ്ലാക്ക് ഔട്ട് ആയിരുന്നല്ലോ. ഈ ലോകത്ത് എനിക്ക് ചുറ്റും സംഭവിക്കുന്ന ഒന്നും അറിയാതെ ഞാൻ മരിച്ചുപോയ 2 ദിവസങ്ങൾ. യെസ്, ഒരു കുഞ്ഞു മരണം. എല്ലാ അർത്ഥത്തിലും മരണത്തിന്റെ ഒരു റിഹേഴ്സൽ തന്നെയായിരുന്നു അത്. ആ 2 ദിവസങ്ങൾ ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിന്റെ കലണ്ടറിൽ ഉണ്ടാവില്ല. അപ്പു,
നീ എന്തിനാ വീണ്ടും അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നേ? മറക്ക്, മറന്നേക്ക്. ഇനി ഒരിക്കലും നീ ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ കലണ്ടറിലില്ലാത്ത ദിവസങ്ങളെക്കുറിച്ച്? ആ 2 ദിവസങ്ങൾ ICUവിന് പുറത്തു നിന്ന് ഞാൻ അനുഭവിച്ച ടെൻഷനും സങ്കടവും ഒക്കെ എത്ര ഭീകരമാണെന്ന് നിനക്കറിയോ? ഞാൻ മാത്രമല്ല, അങ്കിളും ആന്റിയും നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരും. ഇല്ല മാളു, നീ പേടിക്കണ്ട. ഇനി ഒരിക്കലും ഞാനൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തില്ല. ഒരിക്കൽ എഴുതി തോറ്റ പരീക്ഷ വീണ്ടും പഠിച്ചെഴുതി ജയിക്കാൻ നോക്കുന്നത് ഒരു ബോറ ഏർപ്പാടാ. ഞാനിതൊന്ന് വിശ്വസിച്ചോട്ടെ? ഷുവർ. അല്ലെങ്കിലും ഈ സ്വയം ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഒരു മുടിഞ്ഞ കലാപരിപാടിയാണ്. ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമ്മൾ തീരുമാനിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, പേനത്തുമ്പിനും പേപ്പറിനും ഇടയിലെ ആ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്, അതൊരു വല്ലാത്ത അനുഭവം. ലൈഫിൽ നമ്മളെ മോഹിപ്പിക്കുന്നതെല്ലാം അതിന്റെ മാക്സിമം മനോഹാരിതയോടുകൂടി നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോവും. അതൊരു വല്ലാത്ത പ്രലോഭനമാണ്. അതൊന്ന് കടന്നു കിട്ടിയാ പിന്നെ ഈസിയാ. അപ്പോ നീ ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് കേക്കണ്ട. സോറി, ഞാൻ പിന്നെയും ബോറാക്കിയല്ലടാ. ഒരു ബോറൻ ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ? എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല നിനക്ക്? അല്പം പോലും? ഇല്ലെന്നേ. താങ്ക്സ് ഡിയർ, എന്നെ ഇങ്ങനെ സഹിക്കുന്നതിന്. ഞാൻ കാരണം അരുൺ പാക്കറിനുമായുള്ള എൻഗേജ്മെന്റ് മുടങ്ങിയല്ലേ? അത് നീ കാരണമാണെന്ന് ആരാ പറഞ്ഞേ? ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിലും ചിലപ്പോ അത് മുടങ്ങിയേനെ. സത്യം? നീ വാ, മതി ഇവിടെ നിന്നത്. ഇനി കുറച്ചു നേരം പോയി കിടക്ക്. നീ പൊയ്ക്കോ, പോയി റെസ്റ്റ് എടുക്ക. അങ്കിളും ആന്റിയൊക്കെ നിന്നോട് കട്ട കലിപ്പിലായിരിക്കുമല്ലേ? നീ ചെല്ല. അപ്പു, ഐ എം സോറി അപ്പു. ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു. നിനക്ക് തന്ന പ്രോമിസ് എനിക്ക് തെറ്റിക്കേണ്ടി വന്നു. ICUവിൽ നീ രക്ഷപ്പെടുവോ ഇല്ലേന്ന് ഉറപ്പില്ലാതെ കിടന്നപ്പോ ആ സമയത്ത് ഗീതാന്റെയും അങ്കിളും നിന്റെ കാര്യത്തെ ഞാനെന്തോ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ടെന്ന് സംശയിച്ചിരുന്നു. കണ്ണു തുറന്നപ്പോ നീ ആദ്യം ആവശ്യപ്പെട്ടത് എന്നെ കാണണമെന്നായിരുന്നു. നിന്നെ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോ ആന്റി അങ്കിളിനെ നേരിടാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇങ്ങോട്ടൊരു ചോദ്യം ഉണ്ടാവുന്നതിന് മുൻപ് ആന്റിയോടെങ്കിലും സത്യം തുറന്നു പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആന്റിയോടെല്ലാം തുറന്നു പറഞ്ഞു.